ഹലോ. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കുറുമയാണ്. നല്ല നാടൻ സ്റ്റൈലിൽ എല്ലാവർക്കും തന്നെ വീട്ടിൽ പെട്ടെന്ന് പരീക്ഷിക്കാവുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ കുറുമ. അടുത്തതായി ചൂട് വെള്ളം അണ്ടിപ്പരിപ്പിനകത്ത് ഒഴിക്കുക. ഒരു 15 മിനിറ്റ് വെച്ച് നമ്മൾ നല്ല രീതിയിൽ കുതിരുന്നവരെ വെയിറ്റ് ചെയ്യുക. അടുത്തതായി ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അടുത്തതായി നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് മൂപ്പിച്ചെടുക്കുക. ഇത് നമുക്ക് ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ആയതിനാൽ ചെറിയൊരു മൂപ്പാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. അടുത്തതായി അതിനാവശ്യമായ ഉപ്പ് നമ്മളതിലിട്ട് കൊടുക്കുക. അടുത്തതായി നേരത്തെ അടിച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർക്കുക. നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച അണ്ടിപ്പരിപ്പ് 15 മിനിറ്റ് ആയതിനു ശേഷം ജാറിലിട്ട് അടിക്കുക. അടുത്തതായി നേരത്തെ വാട്ടിയെടുത്ത സവാള മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുക്കുക. അടുത്തതായി എണ്ണ തിളച്ചതിന് ശേഷം അതിലേക്ക് ഗ്രാമ്പും പട്ടയും ചേർക്കുക. തീ കുറച്ച് വെച്ചതിന് ശേഷം അടുത്തതായി നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യമായി മഞ്ഞൾപ്പൊടി ചേർക്കുക. അടുത്തതായി കുരുമുളക് പൊടി ചേർക്കുക. അടുത്തതായി മല്ലിപ്പൊടിയും ചേർക്കുക. അതിനുശേഷം നല്ലപോലെ ഇട്ട് മൂപ്പിച്ചെടുക്കുക. അടുത്തതായി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന സവാള ഇതിലോട്ട് ചേർക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാലിലെ രണ്ടാം പാല് ഇതിലേക്ക് ചേർക്കുക. അടുത്തതായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുക. അടുത്തതായി നമുക്ക് ഇത് നല്ലപോലെ വേവിച്ചെടുക്കേണ്ടതുണ്ട്, അതിനാൽ അടച്ചു വെച്ച് വേവിക്കാം. വേവായതിനു ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാലിലെ ഒന്നാം പാല് ഇതിലേക്ക് ചേർത്ത് ഇളക്കുക. അടുത്തതായി കടുക് വറുത്തൊഴിക്കുക. കടുക് ഇട്ടതിന് ശേഷം മുളക്, വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കടുക് വറുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ചിക്കൻ കുറുമ റെഡി ആയിരിക്കുകയാണ്.